നമ്മൾ സാധാരണ പാക്കറ്റ് നൂഡിൽസ് കടയിൽ നിന്നും വാങ്ങിക്കാറാണല്ലോ. പക്ഷേ ഈ നൂഡിൽസ് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഒരു മുട്ട ഇവ ചേർത്ത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം. നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. മുട്ട പറ്റാത്തവരാണെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കാം. പക്ഷേ മുട്ട കൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇത് നമ്മൾ ഇടിയപ്പമൊക്കെ പ്രസ് ചെയ്യുന്നത് പോലെ പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രസ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇടിയപ്പത്തിനേക്കാളും ഒന്നുകൂടെ ഹോളുള്ള ചില്ലിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടച്ചു കൊടുക്കാം. ഞാനിതിൽ പകുതി മാവേ ഇട്ടിട്ടുള്ളൂ. 2 തവണയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളത്തിലേക്ക് തിരിച്ചു കൊടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം, കുറയ്ക്കരുത്. 5 മിനിറ്റ് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഫോർക്ക് കൊണ്ടൊന്ന് വിടർത്തി കൊടുക്കാം. തമ്മിൽ ഒട്ടി പിടിക്കൊന്നുമില്ല. വെന്തതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് സാധാരണ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവൻ നൂഡിൽസും വേവിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലാക്കിയിട്ട് ടാപ്പ് വാട്ടറിന് അടിയിൽ വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ കുഴഞ്ഞു പോകാതെ നല്ല പാകത്തിന് കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ സോസ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇവ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് വെക്കുന്നുണ്ട്. വെജിറ്റബിൾസും ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റ്, 1 capsicum, 1 സവാള, കുറച്ച് കാബേജ്, ഒരു 15 അല്ലി വെളുത്തുള്ളി. ഞാനിവിടെ എഗ്ഗ് നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് 3 മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒന്നിളക്കി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ചേർക്കുന്നത് ചുവന്ന മുളക് ചതച്ചതാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കാബേജ് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി, അധികം വേവിക്കേണ്ട. അവസാനമായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് ഒന്നും തന്നെ അധികം വേവിക്കരുത്. ക്യാപ്സിക്കവും കൂടെ ചേർത്തിളക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. സോസ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ നൂഡിൽസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഈ നൂഡിൽസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. സോസ് ഒന്നും ഒഴിക്കാതെ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നൂഡിൽസാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും.
ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുകളിലായിട്ട് ഒരു മുട്ട ചിക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, കാപ്സിക്കം അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഹോം മെയ്ഡ് വീറ്റ് നൂഡിൽസ് ഇവിടെ റെഡിയായി. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നമുക്കിതിനെ സെർവ് ചെയ്യാം. നൂഡിൽസ് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് പൊടി കുഴക്കുന്ന സമയത്ത് ഓയിലും ചേർക്കണ്ട. അതുപോലെ വെള്ളത്തിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റിൽ കൂടുതൽ വേവിക്കും ചെയ്യരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂഡിൽസ് കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.